അങ്ങേയറ്റം ആവേശഭരിതമായ ഒരു മാസത്തിന് ശേഷം പ്രചാരണം കൊട്ടിക്കലാശം പൂർത്തിയാക്കി നിശബ്ദമായി. നാളെ ഇനി ഒരു ദിവസം മറ്റന്നാൾ കേരളമടക്കം 13 സംസ്ഥാനങ്ങൾ 88 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്കാണ്. കഴിഞ്ഞ ഒരു മാസം കയറിയിറങ്ങിപ്പോയതും അല്ലാത്തതുമായ വിഷയങ്ങൾ ഒരുപാടാണ്. CAA വിരുദ്ധ സമരത്തിൽ വിശ്വാസ്യത ആർക്ക് എന്ന ചോദ്യം പ്രചരണത്തിൽ ഉടനീളം നിറഞ്ഞു. പാനൂരിൽ പൊട്ടിയ ബോംബ്, അവിടെ ഉണ്ടായ വിദ്വേഷ പ്രചാരണം, അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്ന വെളിപ്പെടുത്തൽ, കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യം, ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ വഴി ചർച്ചയായി പ്രചരണം കൊടിയിറങ്ങുമ്പോൾ എന്തെങ്കിലും അടിയൊഴുക്ക് പ്രകടമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ അബിൻ വർക്കി, ശ്രീമതി PP ദിവ്യ, ശ്രീ യുവരാജ് ഗോകുൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ അബിനിലേക്ക് പോകുന്നു. ശ്രീ അബിൻ, 2019 പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന തൂത്തുവാരി തെരഞ്ഞെടുപ്പാണ് 2019. അതിന് കാരണങ്ങൾ പലതായിരുന്നു. ശബരിമല അടക്കം, രാഹുൽ ഗാന്ധിയുടെ വരവടക്കം, ഒരുപക്ഷെ BJP അധികാരത്തിൽ നിന്ന് മാറിയേക്കാമെന്ന അധികാരമാറ്റ പ്രതീക്ഷയടക്കം, രാഹുൽ പ്രധാനമന്ത്രിയാവുന്ന പ്രചരണമടക്കം 2019 തൂത്തുവാരി തെരഞ്ഞെടുപ്പാണ്. 2019 എന്നുള്ളത് മെച്ചപ്പെടുത്താനാണെങ്കിൽ അത് 2020 ആണ്. അതിൽ സീറ്റ് ഒന്നെങ്കിലും നഷ്ടപ്പെട്ടാൽ തിരിച്ചടിയാണ് എന്ന തിരിച്ചറിവ് UDF-നുണ്ടോ? അബിൻ വർക്കി. ശ്രീ ഹാഷ്മി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരി എന്ന് പറഞ്ഞാൽ അത് 19 ആയുള്ളൂ. കനലൊരു തരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കനലൊരു തരിയും ഞങ്ങൾ വെള്ളമൊഴിച്ച് കിടത്തി. ആ 20ാമത്തെ സീറ്റും ഐക്യജനാധിപത്യ മുന്നണി ഈ തവണ ജയിച്ച് താങ്കൾ പറഞ്ഞതുപോലെ 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 40 ദിവസമായി നടന്ന തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഉടനീളം ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങളെ പറ്റിയുള്ള ചർച്ചകളായാലും, സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ പറ്റിയുള്ള ചർച്ചയായാലും, നരേന്ദ്രമോദിയെ വിമർശിക്കാതിരിക്കുന്ന പിണറായി വിജയൻ്റെ ചർച്ചയായാലും, രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയായാലും, ഏത് ചർച്ചയിലാണെങ്കിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ വിജയം നേടിത്തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മാറുന്ന ഇന്ത്യയുടെ സാഹചര്യത്തിൽ, അത് നോർത്ത് ഇന്ത്യയിൽ അടക്കം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായിട്ടും ഈ തവണ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. അതിന് തക്കതായ കാരണങ്ങളും കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അബിൻ, അങ്ങനെ അതിൽ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് അബിൻ അടക്കം പറയുന്നത്, ഇപ്പൊ രാജസ്ഥാൻ 25 സീറ്റ് BJP നേടി, അതിലപ്പുറം എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ കഴിയുക? മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രം നഷ്ടത്തിൽ മുഴുവൻ സീറ്റും BJP നേടി, അതെങ്ങനെ മെച്ചപ്പെടുത്താൻ എന്ന ചോദ്യമല്ലേ? അതേ ചോദ്യം ഇവിടെ ബാധകമല്ലേ? ഇപ്പോൾ രാജസ്ഥാനിൽ 25 അവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന അതേ യുക്തി UDF-ന് കേരളത്തിൽ 20-19 എന്നുള്ളത് നിലനിർത്താൻ കഴിയില്ല എന്നതിനും ബാധകമാവില്ലേ ശ്രീ അബിൻ വർക്കി? അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലേക്ക് BJP കടന്നു വരില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ സുവ്യക്തമാണ്. BJP അക്കൗണ്ട് തുറക്കാൻ പോയിട്ട് അക്കൗണ്ടിൻ്റെ ഫോം പോലും പൂരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലിരിക്കുന്നത്. പിന്നെ രണ്ടാമതുള്ളത് BJP-യുടെ B ടീമായിട്ടുള്ള CPM ആണ്. അപ്പോൾ അവരുടെ കള്ളി കേരളത്തിൽ കഴിഞ്ഞ 38 ദിവസമായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ വളരെ വെളിവായിട്ടുണ്ട്. കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയോട് എത്ര സീറ്റ് ജയിച്ചാൽ അത് ഭരണത്തിനുള്ള മികവിനുള്ള തെളിവാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 സീറ്റ് ജയിച്ചാൽ തന്നെ അത് തെളിവാണ് എന്നാണ് പറഞ്ഞത്. അതായത് അത്രയേ പ്രതീക്ഷയുള്ളൂ, 2 സീറ്റിലെ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ആ 2 സീറ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളിൽ തന്നെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൃത്യമായ പ്രചരണം, അത് വളരെ മികച്ച രീതിയിൽ രാഷ്ട്രീയമായി തന്നെ പ്രചരണം നടത്തി അവസാന ഘട്ടത്തിൽ നില തെറ്റിയ CPM രാഹുൽ ഗാന്ധിക്കെതിരെ, ഏത് രാഹുൽ ഗാന്ധി? തമിഴ്നാട്ടിൽ CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തെക്കാൾ വലിയ ചിത്രമായി വിൽക്കുന്ന രാഹുൽ ഗാന്ധി, രാജസ്ഥാനിൽ സിക്കാർ എന്ന് പറയുന്ന മണ്ഡലം സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും, അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയന്റെയും പടമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ മാത്രം ചിത്രം വെച്ചിരിക്കുന്ന CPM, ആ CPM കേരളത്തിൽ വന്ന് സംഘപരിവാറിന്റെ ഏജന്റായിട്ടുള്ള പിണറായി വിജയനും പിണിയാളുകളും ചേർന്ന് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും അതിന് തക്കതായ പ്രതിഫലവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾ 2020 നേടും എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണി 300 സീറ്റോടെ അല്ലെങ്കിൽ അതിലധികം സീറ്റോട് കൂടി ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. PP ദിവ്യയിലേക്ക് പോകാനായോ?
ഓക്കെ, ഞാൻ ദിവ്യയിലേക്ക് എത്താം. അതിന് യുവരാജ് ഗോകുലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, ഇതാ ഇവിടെ നിങ്ങൾ പറയുന്ന വികസനം അല്ലെങ്കിൽ പ്രതിപക്ഷം അത് വികസന ഗീർവാണമാണെന്ന് പറയുന്നു. വിശ്വഗുരു, സാമ്പത്തിക ശക്തിയാവൽ, ശൗചാലയങ്ങൾ, ദാരിദ്ര്യം മാറ്റലൊക്കെ പറഞ്ഞെങ്കിലും 10 വർഷത്തെ പ്രചണ്ഡമായ ഭരണത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ വെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയും പരമത വിദ്വേഷവും വെറുപ്പും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി മനുഷ്യനെ ധ്രുവീകരിക്കാതെ വോട്ട് പിടിക്കാനാവുന്നില്ല എന്ന വസ്തുത ഒരുതരം ലജ്ജ ഉണ്ടാക്കുന്ന വസ്തുതയല്ലേ ശ്രീ യുവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും വളരെയധികം ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹാഷ്മി. കാരണം അത് തുടങ്ങി വെച്ച ആൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഇവിടെ എക്കണോമിക് സർവേ നടത്തും, എന്നിട്ട് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്ന ആൾക്കാരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ട് എന്താണ് വീതം വെക്കാൻ പോകുന്നത് എന്ന് പറയുകയും ഇതിനകത്ത് ജാതിയും മതവും കൊണ്ടുവരികയും ചെയ്തത് കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ്, അവരുടെ നേതാക്കളാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. അപ്പോൾ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെ മറുപടി മാത്രമായിട്ട് എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കുകയും അതിനെ വലിയൊരു വിവാദവും വർഗീയ വിദ്വേഷവും പല കുഴപ്പം പിടിച്ച സാധനങ്ങളും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ദൗർഭാഗ്യകരമായ സാഹചര്യം. സാധാരണ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി. ഇപ്പൊ നോക്കൂ, ഗോദി മീഡിയ എന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചിരുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ 1ാം ഘട്ടം കഴിയുമ്പോഴേക്കും മോദി പറയുന്ന കള്ളങ്ങൾ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ ആറ്റക്കൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ പല ദേശീയ മാധ്യമങ്ങളുടെയും മോദിക്കൊപ്പം ആറ്റക്കിൻ്റെ കാര്യം മാത്രമല്ല, മോദിക്കൊപ്പം അടിയുറച്ച് ഇക്കാലത്ത് നിന്നിരുന്ന മാധ്യമങ്ങൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മോദി പറഞ്ഞതിൻ്റെ വസ്തുതാവിരുദ്ധത എന്താണ്, മോദി പറയുന്നതിലെ വസ്തുതാവിരുദ്ധത എന്താണെന്നൊക്കെ പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കൊടുക്കുകയാണ്, പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം കൊടുക്കുകയാണ്. ഞെട്ടിപ്പോവാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയൊക്കെ തമസ്കരിച്ചങ്ങ് കാട്ടിക്കളഞ്ഞിരുന്ന ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയേണ്ട, ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മറുപടി കൊടുക്കുകയാണ്. മോദി പറയുന്ന വസ്തുതാവിരുദ്ധയിലെ ഫാക്ട് ചെക്ക് നടത്തുകയാണ്. അപ്പോൾ മലയാള മാധ്യമം മാത്രമല്ല കേട്ടോ യുവരാജെ, ഇപ്പം ദേശീയ മാധ്യമങ്ങളിൽ തന്നെ ഒരു മാറ്റം പ്രകടമാണ്. അല്ല, മാറ്റം പ്രകടമാണെങ്കിൽ ഞാൻ കാണുന്ന മാധ്യമങ്ങളിൽ മുഴുവനും രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ കാര്യങ്ങളാണ് കൂടുതലും. രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടുത്തു തുടങ്ങി, അതാണ് മാറ്റം ഞാൻ പറഞ്ഞു. പല സ്ഥലത്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ഈ രാഹുൽ ഗാന്ധി എപ്പോഴാണ് മീഡിയ എന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് എനിക്കറിയില്ല. ഞാൻ ദേശീയ മാധ്യമങ്ങൾ കാണുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് എനിക്കറിയില്ല. ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് എൻ്റെ അറിവിലില്ല, സത്യമായിട്ട് ഞാൻ ഈ ദേശീയ മാധ്യമങ്ങൾ ടൈംസ് നൗ ആയാലും റിപ്പബ്ലിക് ആയാലും എക്സ് ആയിരുന്നാലും മറ്റു പലതും ഞാൻ കാണുന്നതാണ്. അപ്പോൾ എനിക്കറിയില്ല. കാരണം ഞാൻ ഡിബേറ്റിന് പോയി തുടങ്ങിയത് തന്നെ എക്സിലും റിപ്പബ്ലിക്കിലും ഒക്കെയാണ് പോയി തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. പോസിറ്റീവോ നെഗറ്റീവ്, ദാറ്റ്സ് ഡിഫറെന്റ്. ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ഫാക്ട് ചെക്ക് നടത്താണ് ദേശീയ മാധ്യമങ്ങളാണ്. അതൊക്കെ തന്നെയാണ് ഹാഷ്മി. ഞങ്ങളുടെ ആവശ്യം നടത്തണമെന്നും എന്നിട്ട് കള്ളമാണെന്നും ഇത് വിദ്വേഷ പ്രചരണമാണെന്നും ഇത് ദുരുപദിഷ്ടമായ വ്യാഖ്യാനമാണെന്നും ഇത് മുസ്ലിം വിദ്വേഷ പടത്തിലാണെന്നും കണ്ടെത്തുകയാണ്. ആരാണ്? സാക്ഷാൽ ദേശീയ മാധ്യമങ്ങൾ. ഓർത്തു നോക്കണേ ആ മാറ്റം, ചേഞ്ച്. ഞങ്ങൾ മുസ്ലിം വിദ്വേഷമൊന്നും പടർത്തിയിട്ടില്ല. ഞങ്ങൾ കോൺഗ്രസ് വിദ്വേഷം മാത്രമേ പടർത്തിയിട്ടുള്ളൂ. കോൺഗ്രസിനെതിരായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. കോൺഗ്രസ് പറഞ്ഞതിനെതിരെ, രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെ മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോ സാം പിട്രോഡ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 55% ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യത്തിൽ സാം പിട്രോഡ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അതാരാ പറഞ്ഞേ? ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ കാര്യം ആദ്യം ആരാ പറഞ്ഞേ? ആദ്യം ആരാ പറഞ്ഞേ? പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ ഞാൻ പറയാം യുവരാജ് ഗോകുൽ ഇവിടുത്തെ BJPയുടെ IT സെല്ലിന്റെ ഇവിടുത്തെ മേധാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട യുവരാജ് ഗോകുലിന് ഞാൻ എക്സിലെ ഒരു സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ടാണ് അമിത്. ശരി ആയിക്കോട്ടെ. വീഡിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. നിങ്ങളുടെ കേന്ദ്ര പെട്രോൾ അവിടെ കിടക്കട്ടെ. നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി നേരത്തെ പറഞ്ഞാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പാടാക്കണം. എന്നിട്ട് ഇപ്പൊ പൊക്കിക്കൊണ്ടുവരുന്നു നിങ്ങൾ. അത് കോൺഗ്രസിന്റെ കുറ്റമായിട്ട്. അവരെന്താണ്? മാത്രമല്ല അമിത് മാളവിയ പരസ്യമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 10, 11, 14 ഐ ആം ഓൾ ഫോർ ജയൻ സിംഗ്സ് ഐഡിയ ടു ടാക്സ് ഇൻഹെറിറ്റൻസ് വെൽത്ത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് BJP. ഞങ്ങൾക്ക് അങ്ങനെ ഔദ്യോഗിക ഒരു നിലപാടില്ല. സാം പിട്രോഡ അമേരിക്കയിൽ ഇരുന്ന് ആർക്കോ കൊടുത്തൊരു അഭിമുഖത്തിൽ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന്
കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യയുടെ ഏതെങ്കിലും ചിത്രത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സാം പിട്രോഡ നിങ്ങളുടെ ആളല്ല എന്നാണ് നിങ്ങൾ പിട്രോഡ പറയുന്നതിന് മുൻപ് യുവരാജെ പിട്രോഡ പറയുന്നതിന് മുൻപ് ഭരണതലപ്പത്തിരിക്കുന്ന കേന്ദ്ര ധനസഹമന്ത്രി ജയന്ത് സിൻഹ പറഞ്ഞ ഐഡിയയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. എന്താ അത് കുറ്റമായി പോയോ? അല്ലെ തിരുത്താൻ തയ്യാറുണ്ടോ ഇപ്പോ? അല്ല, അങ്ങനെ നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞ ഇൻഹെറിറ്റൻസ് ടാക്സ് തെറ്റായ ഐഡിയ എന്ന് പറയാൻ തയ്യാറുണ്ടോ? സർ ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. സർ പറ്റിപ്പോ എന്താണെന്നറിയോ? സർ പറ്റിപ്പോ എന്താണെന്നറിയോ? ആ ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. പറ്റിപ്പോ എന്താണെന്നറിയോ? ആ ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. കഴിഞ്ഞ 5-10 വർഷത്തിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കും. സർ മാളവിയുടെ ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. മാളവിയുടെ ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. ട്വീറ്റ് ഡിലീറ്റ് മറന്നുപോയി. യുവരാജെ, എന്നിട്ട് കോൺഗ്രസിന്റെ പിട്രോടെ തലയെ വെക്കാണോ? സർ എന്നിട്ട് പിട്രോടെ തലയെ വെക്കാണോ യുവരാജ്? എന്നിട്ട് പിട്രോയുടെയും കോൺഗ്രസിനെയും തലയെ വെക്കാണോ? അത് ഇൻഹെറിറ്റൻസ് ടാക്സ് നിങ്ങളുടെ ഐഡിയയാണ്. ഇൻഹെറിറ്റൻസ് ടാക്സ് നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി ഐഡിയയാണ്. നിങ്ങളുടെ അമിത് മാളവിയുടെ ഐഡിയയാണ്. ബിജെപിയുടെ ഐഡിയയാണ്. സർ ബിജെപിയുടെ ഐഡിയയാണ്. ബിജെപിയുടെ ഐഡിയ. എന്നിട്ട് അത് കോൺഗ്രസ് നിലയ്ക്ക് വെക്കുന്നു. ബിജെപിയുടെ ഐഡിയ ഒന്നും അല്ല. അപ്പൊ കേന്ദ്ര ധനസഹമന്ത്രി ഒന്ന് ബിജെപിക്കാരനല്ലേ? അപ്പൊ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ? സർ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ? ഒരു മിനിറ്റ്. അപ്പൊ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ? സർ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനാണോ? കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനാണോ? കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനാണോ? ഏതെങ്കിലും സഹമന്ത്രിയുടേതായ അഭിപ്രായം പറഞ്ഞു സർ സഹമന്ത്രി സർക്കാർ അഭിപ്രായം ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊള്ളാം. കോൺഗ്രസിന്റെ ആരുമല്ലാത്ത പിട്രോടെ പറഞ്ഞ ആനക്കാര്യം അതുകൊള്ളാം. നല്ല യുക്തി. അഭിപ്രായമായിട്ട് മാറുന്നത് അത് നല്ല യുക്തി. കോൺഗ്രസിന്റെ ആരുമല്ലാത്ത പിട്രോടെ പറഞ്ഞ ആനക്കാര്യം നിങ്ങളുടെ ധനസഹമന്ത്രി പറഞ്ഞ ഒന്നും ആരും പറഞ്ഞല്ല അല്ലേ? അതെ, കാര്യമുണ്ട്. കാരണം അതൊരു തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ ആരുമല്ലാത്ത പിട്രോടെ എവിടെ നിന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറയുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പാടാക്കുന്ന ഐഡിയ നല്ല ഐഡിയ ആണെന്ന് പറയുന്നു. തുടർച്ചയായിട്ട് വരുന്നതാണ്. എന്ത് തുടർച്ച? സർ നിങ്ങളുടെ മന്ത്രി പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഫൈനാൻഷ്യൽ സർവേ സർ നിങ്ങളുടെ മന്ത്രി പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് കഴിഞ്ഞോ? പറഞ്ഞതാരാണ്? ഇൻഹെറിറ്റൻസ് ടാക്സ് വെടി തീർന്നോ? ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വെടി തീർന്നോ? യുവരാജ് ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വെടി തീർന്നോ? അത് കോൺഗ്രസിന്റെ മൊത്തത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വെടി തീർന്നോ? വരുന്നതുകൊണ്ടാണ് അത് ചർച്ചയാവുന്നത്. ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വെടി തീർന്നോ? ആരെങ്കിലും ഒഫീഷ്യലി പറയുകയും ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വെടി തീർന്നോ? യുവരാജ് ഗോകുൽ മന്ത്രി എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം നടത്തുകയും എപ്പോഴെങ്കിലും അല്ല. ശരി, ഞങ്ങളും സമ്മതിക്കുന്നു അത് അങ്ങനെയാണെന്നുള്ള കാര്യം. ബിജെപിക്ക് ഒഫീഷ്യലി അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇല്ല. അതെങ്ങനെയാണെന്ന് ശരിയാവുക? നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറയുന്നു ഈ പറഞ്ഞ ടാക്സ് കോൺഗ്രസുമായി ബന്ധമില്ലാത്ത പിട്രോടെ പറയുന്നത് വലിയ കാര്യം. സർ ഇരട്ടത്താപ്പിന്റെ ആൾരൂപമാവല്ലേ നിങ്ങൾ? സർ ഇരട്ടത്താപ്പിന്റെ ആൾരൂപമാവല്ലേ ഈ ടാക്സ് നടപ്പാക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി അല്ലേ? എന്നിട്ട് മോദി കോൺഗ്രസ് തലയ്ക്ക് വെക്കുക. അത് എന്ത് കഷ്ടമാണ് സർ. സർ എന്ത് കഷ്ടമാണ് സർ. ഉരുളുന്ന താങ്കളാ. ഒഫീഷ്യലി അങ്ങനെ ബിജെപി ഒരു സ്റ്റാൻഡ് എടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് സഹമന്ത്രി അങ്ങനെ ഒരു ഇപ്പോഴെങ്കിലും തിരുത്താൻ പറഞ്ഞു ജയൻസിന്റെയോട്. അങ്ങനെ ഒരു അഭിപ്രായമില്ല സാർ എന്നാൽ ഇപ്പോഴെങ്കിലും തിരുത്താൻ പറ നിങ്ങളുടെ ഇപ്പോഴെങ്കിലും തിരുത്താൻ പറ ജയൻസിന്റെയോട്. ഇപ്പോഴും തിരുത്താൻ പറ അമിത് മാളവിയോട്. നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമി അത് കഴിഞ്ഞിട്ട് പറയുന്നതല്ലേ സാർ മര്യാദ? ബിജെപിയുടെ എംപി ആയി നിന്നുകൊണ്ട് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു? അതൊന്നും ബിജെപിയുടെ അഭിപ്രായമായിട്ടല്ലോ വരുന്നത്. അതൊക്കെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അഭിപ്രായമായിട്ടാണ് വരുന്നത്. ഇവിടെ കോൺഗ്രസ് ഒഫീഷ്യലി ആ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്ന ഒരു അഭിപ്രായം പറയുകയല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞ കാര്യം പിട്രോടെ പറഞ്ഞു ആവർത്തിക്കും. രാഹുൽ ഗാന്ധിയുടെ നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞ കാര്യം പിട്രോടെ പറഞ്ഞു എന്നതിനെ വിശ്വസിക്കാമെന്നാണ് സാം പിട്രോടെ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആരുമല്ലാത്ത പിട്രോടെ പറയുന്നതാണോ പ്രധാനം? നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി പറയുന്നതാണോ പ്രധാനം? യുവരാജ് ഗോകുൽ ഉരുളല്ലേ? ഹാഷ്മി
അപ്പൊ ടാക്സ് തൊട്ടേക്ക് അടുത്ത പിടിക്കാം. ആദ്യം പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്, അതിനുള്ള ഉരുളാൻ പറ്റുമോ ഇൻഹെറിറ്റന്റ് ടാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എവിടെയും പറയുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറയുന്നു. ജയറാം രമേശ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറയുന്നു. ആധികാരികം പറഞ്ഞത് ആരാണ്? ആധികാരികമായി പറഞ്ഞ നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രി. എന്നിട്ട് കുറ്റം കോൺഗ്രസിനോ? സർ, പരാജയ ഭീതിയിൽ ഇങ്ങനെ കള്ളം പറയാവോ? ഈ തലത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മറുപടി ആയിട്ടാണ്. രാഹുൽ ഗാന്ധിയുടെ വിഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ്. ആരും അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് സാമ്പിട്ടോടെ പോകുന്നത്? പി പി ദിവ്യ ഇന്ന് പ്രതിപക്ഷ നേതാവ് കോൺഫിഡൻസോടെ പറയുകയാണ് UDF എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതിന് മറുപുറത്തെ ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ വിലയിരുത്തലിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന ചോദ്യമാണത്. ഇന്ന് മുഖ്യമന്ത്രി 24-നടക്കം നൽകിയ അഭിമുഖത്തിലും ഉറപ്പിച്ചു പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന്. ഒരു കോൺഫറൻസ് കുറവ് LDF ഉണ്ടോ അത് പറയുന്നതിൽ? ശ്രീമതി പി പി ദിവ്യ. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ അപകടകരമായ രീതിയിൽ ഒരു വോട്ടിംഗ് ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം ഒന്ന് BJPയുടെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടുമാണ്. വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും തമ്മിലുള്ള തർക്കം, ആ തർക്കം ഈ ചാനലിലല്ലാതെ പുറത്തില്ലല്ലോ. ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയാണല്ലോ സൂറത്തിലുണ്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശം ചെയ്ത ആൾ സത്യവാങ്മൂലം ഞാനല്ല നൽകിയത് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് BJP സ്ഥാനാർത്ഥി സ്വയം വിജയിക്കുകയാണ്. എതിരാളികൾ പോലും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ പോലും BJP ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPക്ക് ആവശ്യമായ രീതിയിൽ വിജയിക്കാനുള്ളൊരു സംവിധാനം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നൊരു കാഴ്ച ഇവിടെ നമ്മൾ കാണുകയാണ്. വളരെ അപകടകരമായ സ്ഥിതി. ഇത് ജനങ്ങൾ കാണൂലേ? ഈ സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുക. ഇന്ന് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കന്മാർ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും UDFൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അപക്വമാർന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു സമരം പ്രഖ്യാപിച്ച സമയത്ത്, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ സമരം പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് VD സതീശൻ. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ ഒന്നാകെ പോകുമ്പോൾ ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് UDFകാർ. ചിലപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണും. ഞങ്ങൾ പറയുന്നത് UDFൻ്റെ നിലപാട് അത് കേരളത്തിനകത്ത് സ്വീകരിക്കുന്ന, ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും ആ നിലപാട് തീർച്ചയായിട്ടും ജനങ്ങൾ കാണും. നിങ്ങൾ നോക്കൂ, ഈ ചർച്ചയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ചല്ല, തൊഴിലില്ലായ്മയെക്കുറിച്ചല്ല, രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല കോൺഗ്രസ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചോദിക്കുന്നത്. ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ? അതായത് BJPക്ക് മൗനാനുവാദം നൽകുകയാണ്, അവർക്കുള്ള എല്ലാ പിന്തുണയും നൽകുകയാണ്. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാം. ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം പറയാണ്, ഒരു കനല്, ഒരു തരി അതുപോലും ഞങ്ങൾ ഇല്ലാതാക്കും. 2004 മറക്കണ്ട, 2004 അന്ന് ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒന്നാമത്തെ UPA സർക്കാർ വന്നത്. 5 വർഷക്കാലം UPA സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രണ്ടാമത് അധികാരത്തിൽ വരാൻ സാധിച്ചത്. രണ്ടാമത്തെ അധികാരത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുത്തില്ല. അങ്ങനെ പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് തന്നെ, ആ പിന്തുണ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. രണ്ടാം UPA സർക്കാർ തകർപ്പടമായി അതിനുശേഷം ഭരണം കിട്ടിയില്ലല്ലോ. എന്താ ഭരണം കിട്ടാത്തതിൻ്റെ അടിസ്ഥാന കാരണം? അവർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ അതിൽ മടുത്തു. അങ്ങനെയാണ് BJPക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു വഴി കോൺഗ്രസ് ഒരുക്കിയതാണ്. അത് മറക്കാൻ വേണ്ടി പാടില്ല. ദിവ്യ, ഇത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഇപ്പൊ താങ്കൾ 2004 കാര്യം പറഞ്ഞില്ലേ,
അന്ന് ആ ക്ലീൻ സ്വീപ്പിലേക്ക് നയിച്ച എന്താണ്? അന്ന് ഇവിടെ നിന്ന് ഇല്ല, AK-നെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയുണ്ട്. ഉണ്ടാകാനുള്ള പ്രശ്നം എന്താണ് അല്ല, ഞാൻ ഹാഷ്മി ചോദിക്കുന്നത് ഇവിടെ? എങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടി ഇല്ല, ഇവിടെ എങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പല ആവർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യത്തോടെ പറഞ്ഞുകൂടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭരണ വിലയിരുത്തലിനൊപ്പം എന്റെ സർക്കാർ ഇടത് സർക്കാരിന്റെ കൂടി ഭരണ വിലയിരുത്തലാണ് എന്ന് ഉറപ്പിച്ച് പറയാത്ത എന്താണ് ദിവ്യ? ഏറ്റവും അധികം കൂടുതൽ വിലയിരുത്തപ്പെടുക കേന്ദ്ര സർക്കാരാണല്ലോ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച വിലയിരുത്തലാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരേണ്ടത്. അതിന്റെ കൂടെ സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഭയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. കേരളത്തിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളല്ലാതെ എന്താണ് കേരളത്തിലെ സർക്കാരിനെ അവമതിപ്പുണ്ടാവുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പൗരന് പ്രതികരിക്കാനുള്ള വേദിയാണ്. അപ്പൊ പൗരന് പ്രതികരിക്കാനുള്ള വേദിയാകുമ്പോൾ ഈ സർക്കാരിന് അനുകൂലമായി ഇവിടുത്തെ ജനം വോട്ട് ചെയ്യും. അതെന്റെ സർക്കാരിന്റെ ഭരണ വിലയിരുത്തൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത എന്താണ് എന്നാണ് എന്റെ ആവർത്തിക്കുന്ന ചോദ്യം. പി പി ദിവ്യ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഒരു ഭരണാധികാരിയും പറയില്ല, ഒരു രാഷ്ട്രീയ നേതാവും പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്, നരേന്ദ്രമോദിയുടെ ഭരണത്തെ തന്നെയാണ്, കോൺഗ്രസിന്റെ നിലപാടിനെയാണ്. കോട്ടനഗുഡ് ചോന്തിനെ പോലെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ UDFന്റെ MP-മാരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. അവിടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച് ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന, ഒട്ടേറെ ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുവാൻ വേണ്ടി പോലും സാധിക്കാതെ BJPക്ക് മൗനാനുവാദം എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള UDFന്റെ MP-മാരെ ജനങ്ങൾ തിരിച്ചറിയാണ്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ വിലയിരുത്തിയാലും ഞങ്ങൾക്കതിൽ ഭയമില്ല, അതിലൊരു അപകടവും ഞങ്ങൾക്ക് വരാനില്ല. ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങൾ ഉണ്ടാകും. ഈ രാജ്യത്തെ ഇടതുപക്ഷം പ്രതീക്ഷ തന്നെയാണ്. ശരി ശരി ഞാൻ ശ്രീ അബിൻ വർക്കി 2004 കാര്യം ചൂണ്ടിക്കാട്ടി ശ്രീമതി പി ദിവ്യ, ഇടതുപക്ഷം ശക്തിപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ മതേതര ചേരി ശക്തിപ്പെടുന്നതാണ്. അത് നമ്മൾ കണ്ടതാണ്. എന്താണ് അന്ന് ഒരു സ്ട്രോങ് ബ്ലോക്കായി ഇടതുപക്ഷം പിന്നിൽ പാറ പോലെ രാഷ്ട്രീയം ക്ലാരിറ്റിയോടെ പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അബിൻ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊരിക്കൽ കൂടി പി ദിവ്യ ആവർത്തിക്കുകയാണ്. അതായത് ശ്രീമതി പി ദിവ്യ 2-3 കാര്യങ്ങൾ പറഞ്ഞു, നിനക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ശ്രീമതി പി ദിവ്യ 2004 തൊട്ട് 5 കൊല്ലം ഇടതുപക്ഷം UPA സർക്കാരിനെ പിന്തുണച്ചില്ലായിരുന്നു. ഓർമ്മപ്പിച്ചതായിരിക്കും. 2008 ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആ അവിശ്വാസ പ്രമേയത്തിൽ BJPയുടെ കൂടെ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തവരാണ് നിങ്ങൾ CPM-കാർ. ആ ചരിത്രം നിങ്ങൾ മറക്കണ്ട. ആ അവിശ്വാസ പ്രമേയത്തിലെ വിഷയത്തെ പറ്റി പിന്നീട് CPM ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതും ഈ കാലചക്രത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് ആ ചരിത്രമൊന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട. ആ ചരിത്രം ഓർമ്മിപ്പിക്കാൻ പോയാൽ പണ്ട് VP സിംഗിന്റെ ചരിത്രം തൊട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിലെ ചരിത്രം തൊട്ട് പണ്ട് രാജഗോപാൽ ശ്രീ ശിവദാസ മേനോന് വേണ്ടി പ്രസംഗിക്കാൻ വന്ന ചരിത്രം തൊട്ട് LK അദ്വാനിയുടെ ചരിത്രം തൊട്ട് ഞങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് അത് പറയുന്നില്ല ഞങ്ങൾ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആ ചരിത്രമാണ് നിൽക്കട്ടെ. ഇനി രണ്ടാമത്, അദ്ദേഹം ശ്രീമതി പി ദിവ്യ ഇവിടെ പറഞ്ഞു, ഈ ചാനൽ മുറികളിൽ മാത്രമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ചർച്ചയുള്ളൂ, പുറത്തില്ല. നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ഇവിടെ നരേന്ദ്രമോദി പേരെടുത്ത് വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയാ, അല്ലാതെ പിണറായി വിജയനെയും സീതാറാം യെച്ചൂരിയെയും CPM-നെ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ യുവരാജ് ഗോകുൽ ഇവിടെ ഇരുന്ന് പറയുന്നത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, ജയറാം രമേശ് പറഞ്ഞ കാര്യം, സാം പിത്രോദ പറഞ്ഞ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ CPM-നെ അല്ല വിമർശിക്കുന്നത്. ഇനി അവരിവിടെ ഇരുന്ന് 2-3 കാര്യം. അപക്വമായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഹാഷ്മി ഇന്ന് മറ്റൊരു ചാനലിന്റെ റിപ്പോർട്ടർക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം. ഏത് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഒട്ടേറെ മഹാരഥന്മാർ, EMS തൊട്ട് നായനാർ തൊട്ട് ഒട്ടേറെ മഹാരഥന്മാർ ഇരുന്ന ആ കസേരയിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പൂർണ്ണമായ ഇടതുപക്ഷ ചിന്തകനായ ഒരു ജേർണലിസ്റ്റിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം കാരണമാണ് ഇത് വരുന്നത്. അത്രയുള്ള പക്വതയൊന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ല എന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം പക്വത, സ്വന്തം ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രി നേതാവിന്റെ പക്വത അളന്നിട്ട് മതി പ്രതിപക്ഷ നേതാവിന്റെ പക്വത അളക്കാൻ വരാൻ എന്ന് ശ്രീമതി പി ദിവ്യയോട് ഞാൻ വിനയപുരസ്സരമോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അവരിവിടെ പറഞ്ഞു നവകേരള ബസ്. അത് ഞാനും കേട്ടതാണ്. ഒന്നല്ല, പലയാവർത്തി ചെറ്റത്തരം എന്ന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നുണ്ട്. ചെറ്റത്തരം എന്ന് പറയുന്ന വാക്ക് രാഷ്ട്രീയമായി ശരികെട്ട വാക്കാണ്. അത് ഇടതുപക്ഷ വിരുദ്ധ ഒറ്റ മിനിറ്റ്
അല്ല അഭിനവ് ഒറ്റ മിനിറ്റ്. ഈ ചെറ്റത്തരം അല്ലെങ്കിൽ ചെറ്റ എന്ന വാക്ക് ഒരു തെറി രൂപത്തിൽ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ വിരുദ്ധമായ ഇടതുപക്ഷ വിരുദ്ധമായ സമീപനമാണ്. എന്താണ്? ചെറ്റപ്പുരയിൽ താമസിക്കുന്നവർ തോന്നിവാസം ചെയ്യുന്നവരാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന പണ്ട് മുതലാളിമാർ വിളിച്ചിരുന്ന പേരാണ്. ഇടതുപക്ഷ വിരുദ്ധ വാക്കാണ് ദിവ്യ. ഇത് പിണറായി വിജയൻ ഇതാദ്യമല്ല ഈ വാക്ക് ഉപയോഗിക്കുന്നത്, പലയാവർത്തി ആവർത്തിക്കുന്ന ആളുമാണ്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. മറ്റെന്തെങ്കിലും മറ്റ് പല വാക്കുകൾ പറയുന്ന പോലെയല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത് ദിവ്യ. അല്ല, അതിൽ മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും വാചകത്തെ എടുത്തുകൊണ്ട് വല്ലാതെ രീതിയിൽ നിങ്ങൾ അതെല്ലാം വിമർശന വിധേയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതാണോ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകളുടെ പെരുമഴയല്ലേ പല ഘട്ടത്തിലും വരുന്നത്. ആ വസ്തുതാവിരുദ്ധമായ വാർത്തയുടെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങൾ പോലും വ്യക്തിപരമായി അവരുടെ കുടുംബാംഗങ്ങളെ പോലും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര മോശമായ സമീപനമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഓമനക്കുട്ടനെ നമുക്ക് മറക്കാൻ സാധിക്കൂ? ആ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ ആരാണ് ഈ ലോകത്തിന്റെ മുമ്പിൽ പെരുങ്കളനായി അവതരിപ്പിക്കപ്പെട്ടത്? മാധ്യമങ്ങളല്ലേ. ഒട്ടേറെ കഥകളിൽ ആ കഥകൾ മുഴുവൻ ഞാൻ വിളിച്ചു പറയണോ? അതായത് മാധ്യമങ്ങളെല്ലാം ഒരു സംരക്ഷണ വലയത്തിൽ നിൽക്കണമെന്നും വിമർശനമൊക്കെ എല്ലാവരും മാധ്യമങ്ങൾ ഇങ്ങോട്ട് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ചോദ്യം, അതായത് മാധ്യമങ്ങൾ ഒന്ന് ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചാൽ മാധ്യമങ്ങളെയും ചിലപ്പോൾ വിമർശിക്കേണ്ടി വരും. വിമർശിക്കാറില്ലേ? മാധ്യമങ്ങളെ ഞങ്ങൾക്ക് ഭയമില്ല. ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയിലല്ല നമ്മുടെ പാർട്ടിയും നമ്മുടെ മുന്നണിയും പോകുന്നത്. ഞങ്ങൾ ആരെയും ഭയമില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു അത് ചെറ്റപ്പുരയിൽ താമസിക്കുന്ന പരമസാധു മനുഷ്യരെ പണ്ട് മുതലാളി ബൂർഷ്വാകൾ വിളിച്ച് കളിയാക്കിയിരുന്ന വാക്കാണ്. അത് ഇടതുപക്ഷ മുഖ്യമന്ത്രി ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട വാക്കാണോ? ഇടതുപക്ഷ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയേണ്ട വാക്കാണോ ആ വാക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റർവ്യൂവിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥിരം വായിൽ വരുന്ന വാക്കാണ്. അതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ സ്ഥിരം വരുന്ന വാക്കാണ്. ഇടപെടലിനെ സംബന്ധിച്ച് കടുത്ത വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാവാം. കാരണം ഏറ്റവും അധികം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊത്തിവലിച്ചിട്ടുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലും വലിയ രീതിയിൽ വിമർശിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വലതുപക്ഷത്തിന്റെ കൂടെ രാഷ്ട്രീയ എതിരാളികളുടെ കൂടെ നിന്നിട്ടുള്ളവർ കേരളത്തിലെ മാധ്യമങ്ങളല്ലേ. എന്തിനേറെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ വളച്ചൊടുക്കുക, മുഖ്യമന്ത്രി ചിരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. ജനങ്ങൾക്ക് മുമ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ പ്രചരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നല്ല ശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നില്ലേ? ആ ശ്രമങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കണോ? ചെറ്റത്തരമെന്ന ഇടതുപക്ഷ വിരുദ്ധ വാക്ക് ഉപയോഗിച്ച് വിളിക്കാൻ കഴിയുള്ളൂ ദിവ്യ? അല്ല ഹാഷ്മി, ഞാൻ പറയുന്നത് അതോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് വിളിക്കണം മുതലാളിയുടെ വാക്കാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിന് അപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. അത് പണ്ടത്തെ നാടുവാഴിമാരുടെ വാക്കാണ്. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി നാടുവാഴിയാണോ, രാജാവാണോ? അല്ലല്ലോ, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? മനുഷ്യരുള്ള ഒരു പാർട്ടിയിലാണ് നമ്മളുള്ളത്. അത് രാജാക്കന്മാരുടെ വാക്ക്. സർ, ഓമനക്കുട്ടനോട് പാർട്ടി നടപടി സ്വീകരിച്ച് എന്തിനാണ്? ഓമനക്കുട്ടനോട് പാർട്ടി നടപടി സ്വീകരിച്ച് എന്തിനാണ്? ആ രീതിയിലൊന്നും നമ്മൾ പറയേണ്ട. അല്ല, ആ രീതിയിൽ നമുക്ക് പോവാം. ഓമനക്കുട്ടനെ പറ്റി മാധ്യമം കൊടുത്താണെങ്കിൽ എന്റെ മാധ്യമം കൊടുത്തിട്ടുണ്ടല്ലോ, വേറെ കാര്യം. പോട്ടെ, എന്റെ മാധ്യമം ചർച്ച ചെയ്തിട്ടില്ല. പോട്ടെ, ഈ ഓമനക്കുട്ടനാണ് ചർച്ച ചെയ്തെങ്കിൽ ഓമനക്കുട്ടനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ച് എന്തിനാണ്? എന്തിന് സമയം കളയുന്നു? ഈ വാക്കുമായി ബന്ധപ്പെട്ട മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈ വാക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു ശരികെട്ട വാക്കാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശരി, ഇനി എത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ആ വാക്ക് ഒരു ശരികെട്ട വാക്കാണ്, ഇടതുപക്ഷ വിരുദ്ധ വാക്കാണ്, ഒരു അടിസ്ഥാന വർഗ വിരുദ്ധ വാക്കാണ്, ഇടതുപക്ഷ മുഖ്യമന്ത്രി ഉപയോഗിക്കാത്ത വാക്കാണ്. നമുക്ക് വിട്ടേക്കാം, വിഷയം വിട്ടേക്കാം. ശരി, ആ വാക്കുകൾ കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ന്യായീകരിക്കല്ലേ? ആ വാക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധ വാക്കായതാണ് ഞാൻ പറയുന്നത്. അത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, മറ്റേ ഇപ്പൊ പരനാറി അടക്കം, പരനാറി എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരത്തെ ഉപയോഗിച്ച വാക്കടക്കം, നിഷ്ഠജീവി എന്ന വാക്കടക്കം, അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ അടിസ്ഥാന വർഗ വിരുദ്ധ വാക്കാണ് ഈ പറയുന്ന വാക്ക്. അതുകൊണ്ടാണ് അതിനെ എടുത്തെടുത്ത് പറഞ്ഞത്. പോട്ടെ, നമുക്ക് ആ ചർച്ച വിടാം. ശിവരാജ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് വരെ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിലടക്കം എന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗത്തിൽ കുറഞ്ഞതൊരു 30 തവണയെങ്കിലും മോദിക്ക് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത് നിങ്ങളുടെ ഒരു ടാഗ്ലൈനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നിപ്പോൾ നരേന്ദ്രമോദി സംസാരിക്കുന്ന 3 പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഈ മോദി ഗ്യാരണ്ടി അങ്ങനെ കേൾക്കാനില്ല. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്യാരണ്ടിയുടെ കാറ്റ് തീർന്നോ യുവരാജ് ഗോകുൽ?
ആ ഗ്യാരണ്ടി കൃത്യമായിട്ട് പതിയേണ്ടടുത്ത് പതിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓരോ സമയത്തും ക്യാമ്പയിൻ്റെ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട പദങ്ങൾ എന്താണെന്നുള്ള കാര്യം നരേന്ദ്രമോദിജിക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം 13 വർഷം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ജൂൺ 4 അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയി ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് പ്രസംഗിക്കണം, പ്രസംഗത്തിൽ എന്ത് വാചകം ഉപയോഗിക്കണം എന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോയിന്റുകൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെല്ലാവരും കൂടി കിടന്ന് ബഹളം വെക്കുന്നത് എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു പതിവാണ് ഹാഷ്മി. കുറച്ച് ആ കാര്യത്തിലൊരു ഇത് ഫെയർ ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാകണം എന്ന് ഞാൻ താങ്കളോടൊന്ന് പറയുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ചിട്ട് ആദ്യം പറയുന്നത് ആരാണ്? 2012 പി ചിദംബരം ധനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അല്ലാണ്ട് അത് ആരാ പറയുന്നത്? കോൺഗ്രസിൻ്റെ അന്നത്തെ ധനമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയാണ് ഡയറക്റ്റ്ലി പറയുന്നത്. അല്ലാണ്ട് BJPയുടെ ഏതെങ്കിലും സഹമന്ത്രി ഒരു അഭിപ്രായമായിട്ട് പറയുകയും മറ്റാരെങ്കിലും നമുക്ക് അതിനകത്തൊരു ഡിബേറ്റ് നടത്താം എന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഇടുകയും അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് 2014-16 കാര്യമാണല്ലോ ഈ പറയുന്ന ജയന്ത് സിൻഹയുടെ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത്. അതിനുശേഷം 10 വർഷമായില്ലേ? BJPക്ക് അങ്ങനെ ഒരു നയമുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ അത് എൻഡോഴ്സ് ചെയ്യണമായിരുന്നല്ലോ 2019. പോയ പോയിന്റ് അല്ല. നിങ്ങൾ അതിനകത്ത് വളരെ ഭംഗിയായിട്ട് അത് ജയന്ത് സിൻഹ പ്രപ്പോസ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഹാഷ്മി വലിയ രോഷം കൊണ്ട ആളാണ് ജയന്ത് സിൻഹയാണ് ഇത് പറഞ്ഞിട്ട്. ഹാഷ്മി എന്തുകൊണ്ട് അമിത് മാളവിയ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അമിത് മാളവിയുടെ ട്വീറ്റ് എന്താണെന്ന് പറയാമോ? ഐ ആം ഓൾ ഫോർ ജയന്ത് സിൻഹാസ് ഐഡിയ ടു ടാക്സ് ഇൻഹെറിറ്റൻസ് വെൽത്ത്. മറന്നുവെന്ന് ഇപ്പൊ ശരി, പി ചിദംബരം പറയുന്നു അത് കോൺഗ്രസിന്റെ ഐഡിയ എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് ഇത്രയും ബഹളം കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ കാര്യം, നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ കാര്യമാണ് സാർ അത്. അല്ല, ഞാൻ മിണ്ടില്ല. നിങ്ങൾ ബഹളം വയ്ക്കും. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടില്ല. വേണ്ട, അല്ല, ആ പൊളിഞ്ഞ പോയിന്റിൽ പിന്നെ കിടന്ന് പിടിക്കല്ലേ. ബാക്കി കാര്യങ്ങൾ പറയാനുള്ള പറ. അത് പൊളിഞ്ഞു പോയില്ലേ പോയിന്റ്, പിന്നെ പിടിക്കണോ? അല്ല, എനിക്ക് താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതാണ്. അല്ലല്ല, എനിക്ക് താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞു തീർക്കും, എന്നിട്ട് ഞാൻ ചോദിക്കാം. ചോദിക്കൂ യുവരാജ്. കഴിഞ്ഞോ? താങ്കൾ ഇത്രയും നേരം ജയന്ത് സിൻഹ, അമിത് മാളവിയ ഒക്കെ പറഞ്ഞല്ലോ. താങ്കൾ എന്തുകൊണ്ടാണ് 2012 ചിദംബരം ഈ വിഷയം എടുത്ത് ഉന്നയിച്ച കാര്യം ഇതുവരെയും പറയാത്തത്? താങ്കൾ ഒരു ചർച്ച നടത്തുമ്പോൾ താങ്കൾ ഒരു ആങ്കർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് ഒരുപോലെ പെരുമാറണ്ടേ? അപരാധമായി പറയുന്നത് ആരാണത്? BJP ആണ് ഇത് കൊണ്ടുവന്നത്, ജയന്ത് സിൻഹയാണ് പറഞ്ഞത് എന്നൊക്കെ താങ്കൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഇന്ന് മഹാപരാധമായി പറയുന്നത് ആരാണ് സാർ? അത് മഹാപരാധമായി പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യ സ്വത്തുകൾ തട്ടിപ്പറിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞൊരു കാര്യം അത് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കട്ടെ. പിന്നെ അതെന്തുകൊണ്ടാണ്? അല്ല അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെയല്ല താങ്കൾ പറയുന്നത്. താങ്കൾ ആവർത്തിച്ച് പറയുന്നത് ഇത് BJP കൊണ്ടുവന്ന ഐഡിയയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് ഫാക്ച്വൽ എറർ ആണോ അല്ലയോ? താങ്കൾ സമ്മതിക്കും? ഒരു ഫാക്ച്വൽ എററും അല്ല. 2012 ഒരു ഫാക്ച്വൽ എററും അല്ല. പി ചിദംബരം പറഞ്ഞതല്ല. ആദ്യം പി ചിദംബരം പറഞ്ഞു, എനിക്കറിയില്ല. പി ചിദംബരത്തിന്റെ തുടർച്ചയിൽ നിങ്ങളുടെ സർക്കാരിന് നയവതായിരുന്നോ? ആദ്യം വന്നിരിക്കുന്നത് സർ, പി ചിദംബരത്തിന്റെ തുടർച്ചയിൽ നിങ്ങളുടെ സർക്കാരിന് നയവതായിരുന്നോ യുവരാജ് ഗോകുലെ? കൃത്യമായിട്ട് പബ്ലിക്കിന് മനസ്സിലാവുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചു. സർ, നിങ്ങളുടെ സർക്കാരിന് നയം എന്തായിരുന്നു? ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ സർക്കാരിന് നയമായിരുന്നില്ലേ? ആ നയപ്രകാരമായിരുന്നില്ലേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞത്? അതിപ്പോ മഹാപരാധമായി നരേന്ദ്രമോദി ആവർത്തിക്കുമ്പോ വോട്ട് കിട്ടാനുള്ള പിത്തലാട്ടം എന്നല്ലേ കരുതേണ്ടത് യുവരാജ് ഗോകുൽ? അല്ല, അത് കേരളത്തിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് പിത്തലായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആട്ടോ ആയിട്ടോ കാണാം. നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ രാഹുൽ ഗാന്ധി ഇത്രയും കാലമായിട്ട് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ജാതി മതം ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന സ്വത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിജി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇവിടെ മഹാപരാധമായിട്ട് പർവ്വതീകരിച്ചിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ അറിയാം. നിങ്ങൾക്ക് മാത്രമേ ഈ വൺ സൈഡ് ഡിബേറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണോ ഹാഷ്മി കരുതുന്നത്? മറ്റുള്ളവർക്കാർക്ക് നിങ്ങൾ കരുതുന്നത്? വരുന്നത് പോലെ തന്നെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്വത്ത് പിടിച്ചെടുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ വീട്ടിൽ കയറി മാല പറിച്ചെടുക്കുകയും ചെയ്യലാണെന്ന് നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി പറ. കേരളത്തിൽ വന്നിരുന്നത് പറയല്ലേ? യുവരാജ് ഗോകുലിനെ ആളുകൾ കളിയാക്കി ചിരിക്കില്ലേ യുവരാജ്? സർവേ നടത്തിയിട്ട് അല്ല ഹാഷ്മി, അപ്പൊ എനിക്ക് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ഈ ഫൈനാൻഷ്യൽ സർവേ നടത്തിയിട്ട്
എന്തൊക്കെയാണ് ആരുടെയൊക്കെ കയ്യിലാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നതും, ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ചിട്ട് ചിദംബരം 2012 പറയുന്നതും, ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഇവരുടെ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിരുന്നല്ലോ. ഇപ്പൊ ജോർജ് സോറോസിന്റെ ടീമുമായിട്ട് രാഹുൽ ഗാന്ധി ചർച്ച നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അനുഗമിക്കുന്ന ആളാണ് സാം പിട്രോഡ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ട് കൂടെ നടക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പൊ വന്നിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളത് ഏറ്റു പറയാൻ പാടില്ല എന്നാണോ ഹാഷ്മി പറഞ്ഞു വരുന്നത്? ഒരു വ്യക്തിയുടെ ഫൈനാൻസ് അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പ്രധാനമന്ത്രി പറയണം, അല്ലല്ല ഞങ്ങളുടെ ഐഡിയ ആണെങ്കിൽ അത് പ്രധാനമന്ത്രിയോ പാർട്ടി പ്രസിഡന്റോ പറയണം, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടാവണം. ഇതിലൊന്നിലുമില്ല. ഇത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ചിദംബരം പ്രൊപ്പോസ് ചെയ്ത ഐഡിയ ആണ്. മാനിഫെസ്റ്റോയിലുള്ള കാര്യമൊക്കെയാണോ നിങ്ങൾ പറയുന്നത്? മാനിഫെസ്റ്റോയിലുള്ള കാര്യമൊക്കെയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമൊക്കെയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നു എങ്ങനെയാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് പറയുകയാണ്, 22 ശതകോടീശ്വരന്മാർക്ക് രാജ്യത്തിന്റെ മേജർ ചങ്ക് ഓഫ് പണം നരേന്ദ്രമോദി കൊടുത്തു. അതിൽ നിന്നൊരു ശതമാനം, അതിൽ നിന്നൊരു കുണിശം, ചെറിയൊരു ശതമാനം എടുത്താൽ 90% വരുന്ന ദരിദ്രനാരായണന്മാരായ പാവങ്ങൾക്ക്, ആദിവാസികൾക്ക്, പരമദരിദ്രർക്ക്, പട്ടിണിപ്പാവങ്ങൾക്ക് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഞാനത് ചെയ്യും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. സാർ, അതാണ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ. അല്ലാതെ ഇല്ലാത്തവന്റെ വീട്ടിൽ കയറി മാല പൊട്ടിച്ച് കൊടുക്കലല്ല. ഇല്ലാത്തവന്റെ വീട്ടിൽ കയറി മാല പൊട്ടിച്ച് അപ്പുറത്ത് മുസ്ലിങ്ങൾ കൊടുക്കുമെന്നാണോ അതിന്റെ അർത്ഥം? അത് കേരളത്തിൽ ഒന്ന് പറയല്ലേ, നോർത്തിൽ പറയട്ടെ. തീർച്ചയായിട്ടും ഹാഷ്മി ഒന്നുകിൽ എന്നെ താങ്കൾ സംസാരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ താങ്കൾ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. രാഹുൽ ഗാന്ധി കുറച്ച് നാളുകളായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ മുഴുവൻ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഫൈനാൻഷ്യൽ സർവേ നടത്തും എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ശതകോടീശ്വരന്മാരുടെ വീടുകളിലേക്ക് പോകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സർവേ നടത്തും, അതിനനുസരിച്ചിട്ട് വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് മാത്രവുമല്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ജാതി മത അടിസ്ഥാനത്തിലാണ് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം ശതകോടീശ്വരന്മാരും പാവങ്ങളുമാണ് െങ്കിൽ ശതകോടീശ്വരന്മാരുടെ പിടിച്ചെടുത്തിട്ട് ഞങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഇതിനകത്ത് ഈ ജാതി മതം ഇതൊക്കെ ആരാണ് വലിച്ചിട്ടത്? മതവും വലിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ വല്ലാതെ പേടിപ്പിക്കുന്ന സംഗതിയാണ്. മൈനോറിറ്റീസിനെ അപ്പീസ് ചെയ്യുക തലത്തിൽ കൃത്യമായിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് പേടിപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആയാറാം ഗയാറാം നിതീഷില്ലേ, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അവര്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യണ്ട. ആയാറാം ഗയാറാം നിതീഷില്ലേ, നിതീഷ് ബീഹാറിൽ ഒരു സാമ്പിൾ സർവേ നടത്തി. കോൺഗ്രസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പുറത്തുവന്ന വിവരം? അത് രാഹുൽ ഗാന്ധിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് എതിരായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ അത് ഇനിയും 1000 വേദികളിൽ ഉൾപ്പെടെ എത്ര പേര് ഇവിടെ ഇരുന്ന് കരഞ്ഞാലും ഞങ്ങൾ അത് ഇനിയും നിങ്ങൾക്കത് പറഞ്ഞേ പറ്റൂ സാർ. നിങ്ങളുടെ തുറുപ്പുചിട്ട് വർഗീയതയും വിദ്വേഷവും കുത്തിത്തിരിപ്പുമാണ്. നിങ്ങളുടെ തുറപ്പുചിട്ട് വർഗീയതയും വിദ്വേഷം നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയാതിരുന്നുണ്ടോ യുവരാജെ? നിങ്ങൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സിംഗിൾ തെരഞ്ഞെടുപ്പിൽ വിദ്വേഷം പറയാതെ ജയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിംഗിൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് പറയും. നിങ്ങളുടെ ദൗത്യം അതാണ്. ആർക്കറിയാം? അതാർക്കറിയാത്ത? തുടരൂ. അതോടൊപ്പം മൈനോറിറ്റീസിൻ്റെത് അതിൽ തന്നെ ആർക്കാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഷെയർ പോയേണ്ടത്? അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ആരാണ്? ഇതൊക്കെ വളച്ചൊടിക്കലും വിദ്വേഷവും ഇതൊക്കെ വെറുപ്പിന്റെ പടർച്ചയുമാണെന്ന് അറിയാത്ത ആളല്ലേ യുവരാജ്? പക്ഷേ യുവരാജ് പറയാൻ ബാധ്യസ്ഥനാണ്. കാര്യം, നിങ്ങൾ വിദ്വേഷം പറഞ്ഞ ഒറ്റ തെരഞ്ഞെടുപ്പിൽ, വർഗീയത പറഞ്ഞ ഒറ്റ തെരഞ്ഞെടുപ്പിൽ ജയിച്ച തെരഞ്ഞെടുപ്പ് കാണിച്ചു തരാമോ? ഗുജറാത്ത്, ഏറ്റവും ഗുജറാത്തിലൊക്കെ പറഞ്ഞ വർഗീയതയ്ക്ക് കയ്യും കണക്കുണ്ടോ യുവരാജ്? പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷബീർ വർക്കി, ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് 22 ശതകോടീശ്വരന്മാരുടെ കയ്യിലുള്ള മേജർ ചങ്ക് സ്വത്തിന്റെ 1% കിട്ടിയാൽ ഈ പാവങ്ങളുടെ പ്രശ്നം തീരും. ഞങ്ങളത് ചെയ്യും. കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമല്ല, എൻ്റെ ജീവിത ലക്ഷ്യമാണ്. ഞങ്ങളത് ചെയ്യും എന്ന് പറയുകയാണ്. പക്ഷേ അത് ഇത്തരത്തിൽ സാമ്പത്തികത്തിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി മംഗലസൂത്രം പൊട്ടിച്ചെടുത്ത് അപ്പുറത്തുകൊണ്ട് കൊടുക്കലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മുന്നിൽ പ്രതിരോധിക്കാൻ തക്ക മറുപടിയാണോ അത്, അബിൻ? അതായത് ഹാഷ്മി, ഒന്നാമത് BJP-ക്കാർ ഇതുപോലെ നുണയും കള്ളവും പച്ചയ്ക്ക് പറഞ്ഞ്
ആ പച്ചയ്ക്ക് പറഞ്ഞത് കേട്ട് മടുത്തിട്ടാണ് ഈ ദേശീയ മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് പോലും കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിപ്പോൾ ഞാൻ ഹാഷ്മിയുടെ ഫോണിലായിട്ട് 2 ഫാക്ട് ചെക്ക്, ഒന്ന് ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കും, 2 NDTVയുടെ, ഏത് NDTVയുടെ, അദാനിയുടെ NDTVയുടെ ഫാക്ട് ചെക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഈ 2 ഫാക്ട് ചെക്കിലും നരേന്ദ്രമോദി വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞതിലെ ഫാക്റ്റാണ് പറയുന്നത്. ഒന്നാമത്തേതിൽ രാഹുൽ ഗാന്ധി ഈ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് എക്സ്റേ, അതായത് ഈ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് എടുത്ത് മൈനോറിറ്റിക്ക് കൊടുക്കും, മുസ്ലിമിന് കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഫാക്ട് ചെക്ക്. ആ ഫാക്ട് ചെക്ക് പറഞ്ഞത് എന്താ? അദ്ദേഹം കൃത്യമായി ഈ നാട്ടിലെ ദളിതൻ, ഈ നാട്ടിലെ ആദിവാസി, ഈ നാട്ടിലെ പാവപ്പെട്ടവർ, ഈ നാട്ടിലെ മൈനോറിറ്റി, ഇവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, പറഞ്ഞില്ലല്ലോ. മാത്രം നിങ്ങൾ ചാഞ്ഞിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമില് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിനിടയിൽ സംസാരിച്ചപ്പോ ഹാഷ്മി ഒരു അക്ഷരം കൊണ്ടുപോലും എതിർത്തില്ല. പറഞ്ഞില്ല. ഇത് ജനാധിപത്യ ചർച്ചയല്ലേ, ഇടപെടലുകൾ ഉണ്ടാവും, അത് സ്വാഭാവിക. അബിൻ പറയൂ. താങ്കൾ ഹാഷ്മിയോടും എന്നോടും നമ്മൾ ചർച്ചയുടെ മാന്യതയെ കുറിച്ച് ഈ കഴിഞ്ഞ ഞാൻ പറയട്ടെ താങ്കൾ ഹാഷ്മിയോടും എന്നോടും കഴിഞ്ഞ താങ്കളുടെ അവസരത്തിൽ ഈ ചർച്ചയുടെ മാന്യതയുടെ ഒരു ചെറിയ ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കേട്ട് ഞാൻ മിണ്ടാതിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആ ക്ലാസ് എടുത്ത അധ്യാപകനിൽ നിന്ന് ഒരു മിനിമം മാന്യത ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാം. ഇനി പറയട്ടെ, ഞാൻ പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ അയച്ച ഫാക്ട് ചെക്ക് പ്രിയപ്പെട്ട ഹാഷ്മി, ഇതിനകത്ത് ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഇതിനകത്ത് ഇവർ ചെയ്തത് ഈ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് എടുക്കും, എന്നിട്ട് മൈനോറിറ്റിക്ക് മാത്രം കൊടുക്കും എന്ന് എഡിറ്റഡ് വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കി സംഘപരിവാർ ക്യാമ്പയിൻ നടത്തി. അതിനകത്തുനിന്ന് ദളിതരെ മാറ്റി, അതിനകത്തുനിന്ന് ആദിവാസികളെ മാറ്റി, അതിനകത്തുനിന്ന് പാവപ്പെട്ടവരെ മാറ്റി. ആ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംഘപരിവാർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു. എന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചു. അതാ കേട്ടില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്തിന്റെ സ്വത്തെടുത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം എന്ന വാക്കുപോലും രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന പച്ച നുണ, തീ പിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞിട്ട് ആ വർഗീയത വീണ്ടും ഛർദ്ദിക്കാൻ വേണ്ടി ഇവിടെ BJPയുടെ വക്താക്കൾ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ മുതലാളി, ഏത് നരേന്ദ്രമോദിയുടെ മുതലാളിയായ അദാനിയുടെ ചാനൽ NDTVയുടെ ഫാക്ട് ചെക്ക് ഞാൻ രണ്ടാമത് ഇപ്പോൾ ഹാഷ്മിക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ് പറയുന്നതെന്നും ഞങ്ങൾ എന്താണ് പറയുന്നതെന്നും അതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് സംസാരിക്കുന്നത്. ഹാഷ്മി മനസ്സിലാക്കണം, ഈ രാജ്യത്തെ 60% വെൽത്തിരിക്കുന്നത് 5% വ്യക്തികളുടെ കയ്യിലാണ്. ഈ രാജ്യത്തെ 40% സ്വത്തിരിക്കുന്നത് 1% ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. ഈ രാജ്യത്തെ 3% മാത്രമാണ് ഈ രാജ്യത്തെ 50% ആളുകളുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കാർഷിക വായ്പയാണ് എഴുതി തള്ളിയതെങ്കിൽ ഇവരുടെ സർക്കാർ ഉണ്ടായപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കുത്തനെ കുറച്ചു. അത് മാത്രമല്ല, കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളി. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സുകൾ വർദ്ധിപ്പിച്ചു മേടിപ്പിച്ചു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ രാജ്യത്തെ ദരിദ്രന്മാരും ശതകോടീശ്വരന്മാരും തമ്മിലുള്ള റേഷ്യോ അത് വർദ്ധിച്ചു വരികയാണ്. ഈ രാജ്യത്തെ ഹങ്കർ ഇൻഡെക്സ് അത് വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. 65 125 പോയത്. അപ്പോൾ ഈ രാജ്യത്തെ ആളുകളെ, പാവപ്പെട്ടവരെ, അവരെ സംരക്ഷിക്കുന്നതിന് ഒരാളുടെ കയ്യിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഇവരുടെ സാമ്പത്തിക നയം പൊളിച്ചടുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ എല്ലാവരിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാമ്പത്തിക നയം ഞങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് ഞങ്ങൾക്ക് ക്ലാരിറ്റി കുറവില്ല. 1. ഇനി 2, ഇപ്പോ യുവരാജ് ഗോകുലൂടെ പറഞ്ഞു BJPയുടെ നിലപാട് പറയേണ്ടത് നരേന്ദ്രമോദി, അമിത്ഷായും JP നഡ്ഡയും മാനിഫെസ്റ്റോയുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുമാണ്. ഇവരാരെങ്കിലും ഇൻഹെറിറ്റൻസ് ടാക്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇവരാരെങ്കിലും
ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെന്താ നിങ്ങൾ ഇട്ടാൽ മാത്രം ബർമൂഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളസം എന്നുള്ള ഡയലോഗൊന്നും ഇവിടെ വേണ്ട. അതുകൊണ്ട് വീണെടുത്ത് കിടന്ന് ആ ഉരുണ്ട ചെളി മുഴുവൻ മേത്ത് ഇനിയും വരത്താൻ ശ്രീ യുവരാജ് ഗോകുൽ ശ്രമിക്കേണ്ട. ഇനി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഒരു മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യഘട്ടത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അവരിലേക്ക് പോയ കാരണം പിന്നെ എനിക്ക് അവസരം ലഭിച്ചില്ല. ശ്രീമതി PP ദിവ്യ ഇവിടെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ വേട്ടയും സൈബർ ആക്രമണവും നേരിട്ടത് ഇന്ന് പിണറായി വിജയനാണെന്ന്. അദ്ദേഹത്തിന് ഒരു മിനിമം ബോധമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ മരിച്ചുപോയി 1 കൊല്ലം മുമ്പ്. അദ്ദേഹത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? നട്ടാൽ കളിക്കാത്ത നുണകളുമായി നിങ്ങളുടെ സൈബർ സംഘവും നിങ്ങളുടെ മാധ്യമ സംഘവും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഈ നാട്ടിലെ തെരുവീതികളിലിട്ട് അധിക്ഷേപിച്ച് അപഹസിച്ചതിന്റെ 10-1 ഈ പിണറായി വിജയൻ ഏറ്റുവാങ്ങിയിട്ടില്ല. ശ്രീമതി BP ദിവ്യ, നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് വേണം പറയാൻ. പിന്നെ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ നാട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് പരസ്യമായി ഒരു മറിയക്കുട്ടി ചേട്ടത്തിയോട് മാപ്പിരക്കേണ്ടി വന്ന ഒരേ ഒരു പത്രമേ ഉള്ളൂ. ആ പത്രം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രം ദേശാഭിമാനിയാ. പച്ച നുണ. മറിയക്കുട്ടി ചേട്ടത്തിക്ക് ആയിരക്കണക്കിന് ലക്ഷങ്ങളുടെ സ്വത്തുണ്ട്. മറിയക്കുട്ടി ചേട്ടത്തിയുടെ മോള് വിദേശത്ത് ജോലി ചെയ്യുന്നു. എന്നിട്ട് അവർ പിച്ചച്ചട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞ് ദേശാഭിമാനി റിപ്പോർട്ട് എഴുതി അവർ കേസ് കൊടുക്കാൻ നേരത്ത് പച്ചയ്ക്ക് നാണവും ഉളുപ്പും ഇല്ലാതെ ഈ സമൂഹത്തിൽ വന്ന് മാപ്പിരുന്ന പത്രത്തിന്റെ ഉടമകൾ വന്ന് ഞങ്ങളെ പത്രധർമ്മം പഠിപ്പിക്കാൻ വരണ്ട. അപ്പോ പറഞ്ഞു പഠിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ആര്? PP ദിവ്യ, നികേഷ് കുമാറിന് വോട്ട് പിടിച്ച അതേ നികേഷ് കുമാറാണ് അത് ഏറ്റുവാങ്ങിയത്. ഞാൻ പറയുന്നത് എനിക്കുള്ള ഊഴമാണല്ലോ, എനിക്കുള്ള ഊഴമാണ്. ഞാൻ ഇത്രയും നേരം നിശബ്ദയായി ഇരുന്നത് എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല. ഈ ചർച്ചയിൽ അത്യാവശ്യം മാന്യത കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തമാശ പടം കാണുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയം രൂപപ്പെടുത്തിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരെ ഒന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന BJP. എവിടുന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്? 9,000 കോടി രൂപ BJPക്ക് ലഭിക്കുന്നു, 2,000 കോടി രൂപ കോൺഗ്രസിന് ലഭിക്കുന്നു. ഈ കോർപ്പറേറ്റുകളും കുത്തകളും നൽകുന്ന പണം വാങ്ങി വെച്ചിട്ടല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ പണം മുഴുവൻ, അതായത് ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക നയം അത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും BJPയും കോൺഗ്രസും ഒരേ സമയം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ഞങ്ങളെന്തോ, അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെ ആ വഴിക്ക് ഞങ്ങൾ വിളിക്കില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഒന്ന് പറയുകയാണ്. മറ്റൊന്ന്, ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. വളരെ ബഹുമാനത്തോടു കൂടിയാണ്. കാരണം മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് ഒരു തരത്തിൽ പോലും ഒരു വാചകം പോലും നാം മോശമായിട്ട് ഉച്ചരിക്കാൻ പാടില്ല എന്ന് എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും നിങ്ങൾക്കില്ലാത്തത് ഒരു കാര്യം. ശ്രീമാൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് വീഡിയോകളായി ചാനലുകളിലുണ്ട്. അതങ്ങ് കേൾക്കണം. അത് വീണ്ടും പറഞ്ഞ് ഈ ചാനൽ ചർച്ചയിൽ എന്നെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് മാത്രമാണ് അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, മറിയ ചേടത്തി ആരുടെ സ്പോൺസർഷിപ്പിലാണ് വന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടു. അതായത് മറിയ ചേടത്തി നാടകീയമായി പെൻഷന്റെ പേര് പറഞ്ഞ് തെരുവിലിറക്കിയത് ആരാ? കോൺഗ്രസ്സാണ്. ആ മറിയ ചേടത്തി കോൺഗ്രസ്സുകാർ സ്വന്തമായി വീട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ വീട് കൊടുത്തോ കോൺഗ്രസ്? KPCC വീട് വെച്ച് കൊടുത്തോ? പോട്ടെ, ആ വീട് വെച്ച് കൊടുത്തില്ല. തറക്കല്ലിടുന്നതിന് മുമ്പ് മറിയ ചേടത്തി എവിടേക്ക് കൊണ്ടുപോയി? BJPക്ക് നൽകിയല്ലോ, ദാനമായിട്ട് നൽകിയല്ലോ. 1000 ഫയൽ ചെയ്യാൻ ചുരുങ്ങിയത് 10,000 രൂപ വേണം. ആ 10,000 രൂപ കയ്യിൽ എങ്ങനെ കിട്ടിയിരിക്കുന്നു? അതിൽ തർക്കം വേണ്ട. പെൻഷന്റെ പേരില് ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് UDFന്റെ സർക്കാർ കാണിച്ചതുപോലെയുള്ള കേരളത്തിലെ ജനങ്ങളോട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കാണിച്ചിട്ടില്ല. ഞങ്ങൾ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. UDFന്റെ കാലത്ത് കേവലം 27 ലക്ഷം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അന്ന് ആ പെൻഷൻ പോലും തികച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല.
പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് ദേശാഭിമാനി ജനങ്ങളോട് എന്തിന് മാപ്പ് കൃത്യമായി പറഞ്ഞു? ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡൽഹിയിൽ പോയി ഞങ്ങൾ സമരം നടത്തിയത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വേണം, കേരളത്തിന് അർഹമായിട്ടുള്ള പണം വേണം. സമരം നടത്തുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ വന്നോ? കേരളത്തിനോട്, അതായത് ബി.ജെ.പിയുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ ബി.ജെ.പി ഗവൺമെന്റിനെ വിമർശിക്കുന്നത് പോലും പരസ്യമായി കണ്ടു നിൽക്കുവാൻ വേണ്ടി നിങ്ങളുടെ നേതാക്കൾക്ക് പറ്റില്ലല്ലോ. ഇവിടെ മത്സരിക്കുന്നവർ, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 4 പേരെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. 2 പേര് യു.ഡി.എഫിന്റെ നേതാക്കന്മാർ, ഇപ്പോഴും യു.ഡി.എഫിന് വേണ്ടി കെ.പി.സി.സി പ്രസിഡന്റും കാസർഗോഡ് സ്ഥാനാർത്ഥിയും 2 പേരും പറയുന്നത് ബി.ജെ.പിയിൽ പോയാലേ ഞങ്ങൾ നിലപാടുകൾ വേണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ അടുക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ എന്തേലും വേണം. ചർച്ച ചെയ്യൂ. നിങ്ങൾ രാജ്യത്ത് തൊഴിലില്ല, കർഷകർ സമരത്തിലാണ്, സ്ത്രീകളെ ബുദ്ധിമുട്ടിലാണ്, പാചകവാതകത്തിന് വില കൂടുകയാണ്, പെട്രോളിനും ഡീസലിനും വില കൂടുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. അത്തരം ഗൗരവമായ പ്രശ്നങ്ങളിലേക്ക് ചർച്ച പോവേണ്ടിയിരിക്കുന്നു. ആ ചർച്ചയാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ, അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കേരളത്തിലെ ഒരു കനൽ തന്നെയാണ്. ആ കനൽ 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും നിങ്ങൾ കണ്ടുകൊള്ളൂ. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ശിവരാജ് ഗോകുൽ, മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത് കേരളത്തിൽ ഇക്കുറി NDA അക്കൗണ്ട് തുറക്കും, അത് പൊന്നാനിയിൽ തന്നെ അക്കൗണ്ട് തുറക്കും, പൊന്നാനി സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. യാഥാർത്ഥ്യ ബോധത്തിൽ പറയുന്നത് തന്നെയാണോ യുവരാജ് ഗോകുൽ? ഞങ്ങൾ 20 സീറ്റും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഷ്മി മത്സരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിൽ 543 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 543 സീറ്റ് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾ തോൽക്കുമെന്ന് ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ സംസാരിക്കുക, നമ്മൾ പ്രതികരിക്കുക. അതൊക്കെ അത്തരത്തിലുള്ള പ്രതികരണമായിട്ട് തന്നെ താങ്കൾ കണ്ടാൽ മതി. കേരളത്തിൽ ഇക്കുറി BJPക്ക് MP ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊന്നല്ല, ഒന്നിലധികം MP ഇത്തവണ കേരളത്തിൽ നിന്ന് BJPക്ക് ഉണ്ടാകും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയമോ ആശങ്കയോ ഇല്ല. ഒന്ന്. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ശതകോടീശ്വരരുടെ എണ്ണം മാത്രമല്ല കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന തുടങ്ങി. എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്ന് ഹാഷ്മിക്ക് എന്താ എത്ര നിർബന്ധം? ഹാഷ്മി, ഇവിടെ കൂടുന്ന ദരിദ്രന്മാരുടെ എണ്ണം കൂടുന്നുണ്ട്, ശരിയാണെന്ന് പറയാം. അല്ല, ഞാൻ പറയട്ടെ, പോയിന്റ് പറഞ്ഞോട്ടെ, പോയിന്റ് പറയട്ടെ. 25 കോടി ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഹാഷ്മി അത് കാണില്ലേ? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം ഇരട്ടിയിലേക്ക് പോയിട്ടുണ്ട്. 2014 അപേക്ഷിച്ച് ഇരട്ടിയിലേക്ക് പോയിട്ടുണ്ട്. 67 വർഷത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഫയൽ ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇരട്ടി കഴിഞ്ഞ 10 വർഷത്തിൽ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിഡിൽ ക്ലാസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറുന്നു എന്നുള്ളതാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാജ്യം പുരോഗതിയിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശതകോടീശ്വരന്മാരുടെ എന്നൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതിനകത്ത് മാതൃക കാണിക്കേണ്ടത്. ഗാന്ധി കുടുംബം തന്നെയാണ്, നെഹ്റു കുടുംബം തന്നെയാണ് ആ കാര്യത്തിൽ മാതൃക കാണിക്കേണ്ടത്. ഇപ്പൊ റോബർട്ട് വധേര ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ മാതൃക കാണിക്കട്ടെ. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സർ, വാദ്ര നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വന്ന ആളല്ലേ? ഇലക്ട്രൽ ബോണ്ട് നന്ദി കാണിക്കൂ സർ. ബോണ്ട് വാങ്ങിയിട്ടില്ലേ? സർ, വാദ്ര അല്ല, വാദ്ര നിങ്ങൾക്ക് തന്ന ആളല്ലേ? അല്ല, വാദ്ര നിങ്ങൾക്ക് തന്ന ആളല്ലേ? ആ നന്ദി കാണിക്കൂ. എനിക്കിപ്പോ എന്റെ കയ്യിൽ ഡേറ്റ ഒന്നുമില്ല, ഞാൻ ഡേറ്റ നോക്കിയിട്ട് പറയാം. സർ, DLF നിങ്ങൾക്ക് തന്നാ 100 കോടി നിങ്ങൾക്ക് തന്നാ, നിങ്ങൾക്ക് മാത്രമേ തരാറുള്ളൂ. സർ, നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ DLF. ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ആ നന്ദി കാണിക്കണ്ടേ? CPM സംഭാവന വാങ്ങിയിട്ടില്ലേ? അല്ല, ഹാഷ്മിയിലെ സഖാവ് അല്ലാതെ ഉണർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹാഷ്മിയോട് ഞാൻ നിങ്ങൾക്ക് കോടികൾ CPM വാങ്ങിയിട്ടില്ലേ? നിങ്ങളുടെ ഖജാനയിലേക്ക് കോടികൾ തന്ന ഒരു മനുഷ്യനോട് അല്പമെങ്കിലും നന്ദി കാണിക്കണ്ടേ? കുറ്റം പറയാവോ ഇനി? CPM വാങ്ങിയിട്ടില്ലേ? എന്തിനാ നന്ദി കാണിക്കുന്നത്? കോടികൾ തന്നതാണ്. വാദ്രയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി ഖജാനയിലേക്ക് ഇട്ട് വാദ്രയെ പിന്നെ കുറ്റം പറയുന്നത് മോശമല്ലേ യുവരാജ് ഗോകുൽ? അതിന് എന്തെങ്കിലും ധാർമ്മികമായ അടിത്തറയുണ്ടോ? ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ, ഞാൻ കുറ്റം പറഞ്ഞോ? ഇല്ലല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വാദ്ര ഉൾപ്പെടെ
പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ അത് മാതൃക കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ആദ്യം കൊടുത്ത് മാതൃക കാണിച്ച് തുടങ്ങട്ടെ. അപ്പൊ നമുക്കൊരു മാതൃകയില്ലേ, കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ ജാതി മതം ഒന്നും വലിച്ചുകൊണ്ടിടരുത്, അത്രേ ഉള്ളൂ. ഇടരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് വാദ്ര നിങ്ങളുടെ ഖജാനയിൽ കോടികൾ തന്നതാണ്, അതിന്റെ ഒരു സ്മരണ വേണമെന്നേ പറഞ്ഞുള്ളൂ. പോട്ടെ, ഞാൻ താങ്കൾ കുറ്റം പറഞ്ഞില്ല, ശരിയാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ച തുടരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മാരകമായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സംസാരം. ഓക്കെ, നമുക്ക് നാളെയും ഇരിക്കേണ്ടി വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി.